ഡിയർ സ്റ്റുഡൻസ്, KTU BTech ലെറ്റ് 2025 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടിയതെന്ന്. ഇപ്പോൾ ചില സ്റ്റുഡൻസിന് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കോളേജ് ചേഞ്ച് വന്നിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ അതേ കോളേജ് തന്നെ ആയിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടാവുക. ചില സ്റ്റുഡൻസിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും എവിടെയും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇതിന് ശേഷം ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടോ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഇനി കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ എല്ലാവരും ടോക്കൺ ഫീ അടച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ടോക്കൺ ഫീ അടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കോളേജ് ചേഞ്ച് ചെയ്താലും ചേഞ്ച് ചെയ്തില്ലെങ്കിലും ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ഫീ അടച്ചവർ ഇനി ഫീ അടക്കണ്ട. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാതെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ടാവും. അവർ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അവർ ഫീ അടക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് 30/6/2025 അപ്പോൾ ഫീ റെമിറ്റൻസ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടാതെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയവർ ഫീ അടക്കണം 30/6/2025. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഫീ അടച്ചിട്ടുണ്ട്. 27/6/2025 മുമ്പായിട്ട് നിങ്ങൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അടച്ചവർ ഇനി അടക്കണ്ട. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയവർ എന്ത് ചെയ്യുക, ഫീ അടക്കണം. അതിനുശേഷം കോളേജിൽ ജോയിൻ ചെയ്യണം. കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് 30/6/2025 to 2/7/2025. ഇനി കോളേജിലെ അഡ്മിഷന് പോകുമ്പോൾ നിങ്ങൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ നിങ്ങളെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുക, അല്ലാത്തൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്. പിന്നെ നിങ്ങളുടെ ഡിപ്ലോമയുടെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അതിന് ഗ്രേഡ് കാർഡ് എന്ന് പറയും. അപ്പോൾ ഗ്രേഡ് കാർഡ് വേണം. അത് ഒറിജിനൽ ഉള്ളവർ ഒറിജിനൽ കൊണ്ടുപോകുക, അല്ലാത്തൊരു പ്രൊഫഷണൽ. അപ്പോൾ നിങ്ങൾ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് വേണം, ഡിപ്ലോമയുടെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഗ്രേഡ് കാർഡ് വേണം. അപ്പോൾ ഓൾറെഡി ഒറിജിനൽ കിട്ടിയവരാണെങ്കിൽ ഒറിജിനൽ കൊണ്ടുപോകുക, അല്ലാത്തവർ പ്രൊഫഷണൽ കൊണ്ടുപോകുക. പിന്നെ TC/CC അലോട്ട്മെൻറ്റ് മെമ്മോ, ഇത് നിങ്ങൾക്ക് LBSൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ BTech ലെറ്റ് 2025 സ്കോർ കാർഡ്, പിന്നെ നിങ്ങൾ ടോക്കൺ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ്, SSLC സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഇനി റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് SC BC OBC OEC അവർക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഓർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, പിന്നെ ഫോട്ടോസ്. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ ആണ് നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതിലൊക്കെ മാർക്ക് ലിസ്റ്റ്, അതേപോലെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെയൊക്കെ കോപ്പികളും കൂടെ വേണം. നിങ്ങൾ എല്ലാത്തിൻ്റെ എന്ത് ചെയ്യുക, 2 കോപ്പികളും കൂടെ എടുത്ത് വെക്കുക. അപ്പോൾ അതിൽ ഈ ഡിപ്ലോമയുടെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഗ്രേഡ് കാർഡ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ അറ്റസ്റ്റ് ചെയ്യണം ഈ കോപ്പികളൊക്കെ. അത് ഓരോ കോളേജിൻ്റെയും വെബ്സൈറ്റിൽ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കോളേജിൻ്റെയും അതിൽ കാണിക്കുന്നില്ല. മിക്കവാറും കോളേജിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ ലെറ്റർ അഡ്മിഷൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൻ്റെ വെബ്സൈറ്റ് നോക്കുക, അതിൽ പറഞ്ഞ കാര്യങ്ങളും കൂടെ ചെയ്യുക. അല്ലാത്തവർ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ റെഡിയാക്കിയിട്ട് ഡയറക്റ്റ് കോളേജിൽ പോവുക. ഇപ്പോൾ കോളേജിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, അപ്പോൾ ഇവിടെ ന്യൂസിൽ വന്നിട്ടുണ്ട് BTech ലാറ്ററൽ എൻട്രി അഡ്മിഷൻ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ പറയുന്നുണ്ട് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കുക. പിന്നെ അതിൽ ഏതൊക്കെയാണ് അറ്റസ്റ്റഡ് കോപ്പി വേണ്ടത്. ഇപ്പോൾ ഇവിടെ സെൽഫ് അറ്റസ്റ്റഡ് ആണ് പറയണത്. ചിലയിടത്ത് ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത കോപ്പി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പി എടുക്കുക. അത് സെൽഫ് അറ്റസ്റ്റഡ് ആണെങ്കിൽ സെൽഫ് അറ്റസ്റ്റഡ് നിങ്ങൾ തന്നെ അറ്റസ്റ്റ് ചെയ്യുക. ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോളേജിൻ്റെ വെബ്സൈറ്റിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ അതേപോലെ ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാൻ TKM കോളേജിൻ്റെ വെബ്സൈറ്റ് എടുത്താൽ ഇവിടെയും ഇതേപോലെ പ്രൊസീജിയർ ഫോർ BTech ലാറ്ററൽ എൻട്രി അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർ, ഇപ്പോൾ TKM കോളേജിൽ കിട്ടിയവരാണെങ്കിൽ നിങ്ങൾ ഇത് നോക്കുക, അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് നമ്മളെല്ലാം ചെയ്ത് പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ പ്രോസസ്സ് വളരെ ഫാസ്റ്റായിട്ട് നടക്കും. അതുപോലെ GEC തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വെബ്സൈറ്റിലും അതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. BTech ലെറ്റ് അഡ്മിഷൻ, അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാൻ, നിങ്ങൾക്ക് കിട്ടിയ കോളേജിൻ്റെ വെബ്സൈറ്റിൽ ലെറ്റിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. അല്ലാത്തവർ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ അത് വന്നില്ലെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ ഡയറക്റ്റ് കോളേജിൽ പോയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്, കോളേജിൽ പോവുക. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളിവിടെ ഓൺലൈനായിട്ട് ഇവിടെ ലിങ്ക് ഉണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇത് പിന്നെ നിങ്ങളെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുക്കണം, ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക. പിന്നെ ഇവിടെ നിങ്ങളത് ചെയ്തതിന് ശേഷം ലെവൽ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ചെയ്തതിന് ശേഷം ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കണം. അപ്പോൾ ഇതിൽ പിന്നെ പറയുന്നുണ്ട് ചില സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണമെന്ന്, ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കോപ്പി ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യണം. ഗസറ്റഡ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്
സർവീസിലുള്ള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ്, ഗവൺമെൻറ് പോളിടെക്നിക്കിലെ ലെക്ചേഴ്സ്, ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവരെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുവിധ എല്ലാ കോളേജിൻ്റെ വെബ്സൈറ്റിലും ഗവൺമെൻറ് കോളേജുകളുടെയൊക്കെ വെബ്സൈറ്റിൽ ഇത് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ RITയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ലെറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും അതിൻ്റെ കാര്യങ്ങൾ, റിപ്പോർട്ടിംഗ് ടൈം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഡാറ്റ എൻട്രിൻ്റെ ലിങ്ക് ഉണ്ട്. പിന്നെ എന്തെല്ലാം സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇനി അതേപോലെ കണ്ണൂർ GC കണ്ണൂരിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലും ഇവിടെ BTech ലാറ്ററൽ എൻട്രി ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ മിക്കവാറും കോളേജിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ അത് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കിയിട്ട് അഡ്മിഷന് പോവുക. അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയാക്കി വെക്കുക. അപ്പോൾ ചില കോളേജിൻ്റെ വെബ്സൈറ്റിൽ ചിലത് 2 കോപ്പി വേണമെന്ന് പറയുന്നുണ്ട്, ചിലത് 1 കോപ്പി, ചില ഇതിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമെന്ന് പറയുന്നുണ്ട്, ചില ഇതിൽ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണോ വേണ്ടത് അത് കറക്റ്റ് നിങ്ങൾ റെഡിയാക്കി വെക്കുക. പിന്നെ ചില കോളേജിൽ കറക്റ്റ് ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ CETൻ്റെ ഒക്കെ വെബ്സൈറ്റിൽ അവിടെ ഫീ അടക്കാനുള്ള QR കോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഫീ അടച്ചൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ കാര്യങ്ങൾ ചെയ്യും. ഇനി പല സ്റ്റുഡൻസിനുള്ള കുറച്ച് ഡൗട്ടുകളുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ഇനി തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടാവും, ഇനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവും, സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാവും, സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവും. എനിക്ക് പ്രൈവറ്റിലാണ് കിട്ടിയത്, ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്താൽ എനിക്ക് സ്പോട്ടിന് പങ്കെടുക്കാൻ പറ്റുമോ? പിന്നെ അതേപോലെ ഞാൻ ഇനി എവിടെയും ജോയിൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ടോക്കൺ ഫീ റീഫണ്ട് ചെയ്ത് കിട്ടുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടോക്കൺ ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളൊരു കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, കിട്ടിയവരാണല്ലോ ടോക്കൺ ഫീ അടക്കുക. അപ്പോൾ കിട്ടാത്തവർക്ക് ടോക്കൺ ഫീ അടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ടോക്കൺ ഫീ അടച്ചവർക്ക് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഈ 30-ാം തീയതി, 1-ാം തീയതി, 2-ാം തീയതി അഡ്മിഷൻ സമയത്ത് ചെന്നില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ക്യാൻസലാവും. അപ്പോൾ അഡ്മിഷൻ ക്യാൻസലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ LBSൽ അടച്ച ഫീസ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. അപ്പോൾ നിങ്ങളത് പെട്ടെന്ന് കിട്ടില്ല, സമയം എടുക്കും. നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കിട്ടിയ കോളേജിൽ പിന്നെ എനിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നല്ല കോളേജിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ടോക്കൺ ഫീ അടച്ചത്, പക്ഷേ വിചാരിച്ച പോലെ കിട്ടിയില്ല, അപ്പോൾ ഞാൻ അവിടെ അഡ്മിഷന് പോകണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് റിക്വസ്റ്റൊക്കെ അയച്ച് അത് സമയത്ത് LBSൻ്റെ വെബ്സൈറ്റിൽ വരും ഈ ടോക്കൺ ഫീസ് അഡ്മിഷൻ എടുക്കാത്തവർക്ക് റീഫണ്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് അത് റീഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും റീഫണ്ട് കിട്ടും അഡ്മിഷൻ എടുക്കാത്തവർക്ക്. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഡൗട്ടാണ് നമ്മളെ 3-ാമത്തെ അലോട്ട്മെൻറ്റ്. അപ്പോൾ 3-ാമത്തെ അലോട്ട്മെൻറ്റ് ഇവിടെ ഞാൻ പറയുന്നത് കഴിഞ്ഞ വർഷം, ഇവിടെ ഞാനിപ്പോൾ ഒരു PDF കാണിക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞ വർഷത്താണ് കേട്ടോ, ഇപ്രാവശ്യത്തല്ല. അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക. കഴിഞ്ഞ പ്രാവശ്യം 2 അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു LBSൻ്റെ വെബ്സൈറ്റിൽ. ഇത് കഴിഞ്ഞ വർഷത്താണ് കേട്ടോ. അപ്പോൾ അതായത് ഒരു ഓൺലൈൻ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട്, ഓൺലൈൻ സ്പോട്ട് അലോട്ട്മെൻറ്റ്. അതായത് ഇപ്പോൾ 30-ാം തീയതി, 1-ാം തീയതി, 2-ാം തീയതി ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ക്ലാസ്സൊക്കെ തുടങ്ങിയാൽ ചിലപ്പോൾ അതിൽ ചേരാത്തവരുണ്ടാവും, ചില ആൾക്കാർ ക്യുസാറിന് പോകും. അപ്പോൾ ഇങ്ങനെ പല കോളേജിലും 1-2 സീറ്റൊക്കെ ഇങ്ങനെ വേക്കൻസി വരും. അപ്പോൾ വേക്കൻസി വരുമ്പോൾ കോളേജുകൾ LBSന് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ വേക്കൻസി വെച്ചിട്ട് ഒരു ഓൺലൈൻ സ്പോട്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിരുന്നു. ഇപ്രാവശ്യവും അങ്ങനെ നടത്താൻ ചാൻസ് ഉണ്ട്. ഒരു ഓൺലൈൻ സ്പോട്ട് അലോട്ട്മെൻറ്റ്, ഫൈനൽ അലോട്ട്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നു. അത് ക്ലാസ്സൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഓരോ കോളേജിലുള്ള സീറ്റ് വേക്കൻസിയും വെബ്സൈറ്റിൽ അവർ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഗവൺമെൻറ് കോളേജിലൊക്കെ എല്ലാ കോളേജിലൊന്നുമില്ല, മിക്കവാറും കോളേജുകളിലൊക്കെ ഓരോ ബ്രാഞ്ചിന് ഒരു സീറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള, അതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നോട്ടിഫിക്കേഷനായിട്ട് കഴിഞ്ഞ വർഷം വന്നിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു പിന്നെ BTech ലാറ്ററൽ എൻട്രി പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ചതും ലഭിക്കാത്തതുമായ എല്ലാ പേർക്കും ഓൺലൈൻ ഓപ്ഷൻ സമർപ്പണം ചെയ്യാന്നുള്ളത്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഓൺലൈൻ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ എല്ലാവർക്കും, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും അഡ്മിഷൻ എടുക്കാത്തവരും എല്ലാവർക്കും അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവരെടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, LBS നടത്തിയ മുൻ അലോട്ട്മെൻറ്റുകളിൽ സ്വകാര്യ സ്വാശ്രയ കോളേജുകളിൽ, അതായത് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ പ്രവേശനം നേടിയ അപേക്ഷകർ പ്രവേശനം നേടിയ കോളേജിൽ നിന്നും സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് NOC ഓപ്ഷൻ സമർപ്പണ സമയത്ത് നിർബന്ധമായും ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ക്ലാസ്സൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് വന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങി എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ ഗവൺമെൻറ്റിൽ പഠിക്കുന്നവരുണ്ടാവും, എയ്ഡഡിൽ പഠിക്കുന്നവരുണ്ടാവും, അതേപോലെ കോസ്റ്റ് ഷെയറിംഗിൽ അഡ്മിഷൻ എടുത്തവരുണ്ടാവും, പിന്നെ ഇവിടെ നിന്നും കിട്ടാത്തവർ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ അഡ്മിഷൻ എടുത്തവരുണ്ടാവും. അപ്പോൾ ഗവൺമെൻറ്റിലും എയ്ഡഡിലും കോസ്റ്റ് ഷെയറിംഗിലൊക്കെ ഉള്ളവർക്ക് ഇതിൽ ഡയറക്റ്റായി അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൈവറ്റിൽ ജോയിൻ ചെയ്തവർക്ക് അവിടുന്ന് NOC, അതായത് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പ്രിൻസിപ്പളെ പെർമിഷൻ വേണം. അപ്പോൾ അതിനൊരു NOC വേണമെന്ന് അവർ പറഞ്ഞിരുന്നു.
അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് പല പ്രൈവറ്റ് കോളേജുകളും NOC കൊടുത്തിട്ടില്ല. അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് എന്ത് ചെയ്യാണ്, സ്പോട്ട് അലോട്ട്മെൻറ്റിനെ കുട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ കാരണം ക്ലാസ്സൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ ഒന്നും വരില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, NOC കൊടുത്തിട്ടില്ല, മെജോറിറ്റി കോളേജുകളും കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇപ്രാവശ്യം പ്രൈവറ്റിൽ ചേരുന്നവർ ഒന്ന് ചോദിച്ചു നോക്കുക, ഞങ്ങൾക്ക് ഇങ്ങനെ സ്പോട്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഉണ്ടാവോ ഇല്ലേന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് NOC തരുമെന്ന് ചോദിക്കുക. അപ്പോൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് സ്റ്റുഡൻസിന് കൊടുത്തിട്ടില്ല, പല പ്രൈവറ്റ് കോളേജുകളും ചിലർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയാൽ മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റൂ. അപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റും കൂടെ കഴിഞ്ഞാൽ LBS പിന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അലോട്ട്മെൻറ്റ് ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാവുക കോളേജുകളിലൊക്കെ, ചില കോളേജുകളിലൊക്കെ സീറ്റ് വേക്കൻസി വരികയാണെങ്കിൽ അവർ സ്പോട്ട് അഡ്മിഷൻ നടത്തും. സ്പോട്ട് അഡ്മിഷൻ്റെ LBSൻ്റെ വെബ്സൈറ്റിൽ വരില്ല, അത് ഇന്ന കോളേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ കോളേജിൻ്റെ വെബ്സൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം. അപ്പോൾ അതിൽ പറയും ഇന്ന കോളേജിൽ ഇന്ന ബ്രാഞ്ചിന് ഒരു സീറ്റ് വേക്കൻസി ഉണ്ട്, അപ്പോൾ ഇന്ന ഡേറ്റിൽ സ്പോട്ട് അഡ്മിഷൻ നടന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ സ്പോട്ട് അഡ്മിഷനാണ്, അവിടെ ഡയറക്റ്റ് ചെല്ലണം. ഇത് സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ്. ഇവിടെ ഞാൻ പറഞ്ഞത് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാണ്. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങൾ ആ സമയത്ത് അവിടെ ചെല്ലണം. അവിടെ വന്നവരിൽ ആരാണോ നല്ല റാങ്കിൽ, അവിടെ പിന്നെ റിസർവേഷൻ ഒന്നും നോക്കില്ല, നിങ്ങളെ റാങ്ക് വെച്ചിട്ടാണ് നോക്കുക. അപ്പോൾ ഇതാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് അലോട്ട്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടാവില്ല. തേർഡ് അലോട്ട്മെൻറ്റ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു, അത് ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും കണ്ടിന്യൂഷൻ ആയിരുന്നു. അതിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ സെക്കൻഡിൽ ജോയിൻ ചെയ്തവർക്ക് മാത്രമേ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷം ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞിട്ട് പിന്നെ തേർഡ് എല്ലാം നടത്തിയ സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ്. അത് ഇങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ LBSൽ തന്നെ വിളിച്ചു നോക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ചിട്ടാണ് പറഞ്ഞത്. ഇതേപോലെയാണെങ്കിൽ പ്രൈവറ്റിൽ ജോയിൻ ചെയ്തവർ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, NOC കിട്ടുമോ എന്നുള്ളത് അവരടുത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ തരികയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, NOC വാങ്ങിയിട്ടൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കുക. ഗവൺമെൻറ്റിൽ നല്ല കോളേജിൽ കിട്ടുകയാണെങ്കിൽ പോകും, അല്ലെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ ഏത് കോളേജാണെങ്കിലും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ പരമാവധി നോക്കി നമ്മൾ നന്നായിട്ട് പഠിച്ചു, നമുക്ക് നമ്മുടെ റാങ്ക് അനുസരിച്ച് ഒരു കോളേജിൽ കിട്ടി. ഇനി നിങ്ങൾ ചെയ്യാനുള്ള എന്താണ്, 3 വർഷം നന്നായിട്ട് പഠിക്കുക. എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് കോളേജാണെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാകും. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.